നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എല്ലാവരും പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ആണ് പ്രോബ്ലംസ്. മാഷെ ഫിസിക്സിന്റെ പ്രോബ്ലംസ് കിടുകാച്ചി പ്രോബ്ലംസ് ആണ്, ഞങ്ങൾക്ക് പ്രോബ്ലംസ് ഭയങ്കര പേടിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക് കിട്ടുന്നവർക്ക് വേണ്ടി, പ്രോബ്ലംസ് പേടിയുള്ളവർക്ക് വേണ്ടി എളുപ്പത്തിൽ ചെയ്യാനും പ്രോബ്ലംസ് ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാനും പറ്റുന്ന രീതിയിലൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള മാർക്ക് കിട്ടാനുള്ള വീഡിയോസാണ് എല്ലാം ചെയ്യുന്നത്. അന്നേരം അതിനനുസരിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, എല്ലാം ഒന്ന് ടച്ച് ചെയ്യാം. കൂടുതലും 99% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ അങ്ങനെ പ്രോബ്ലംസ് വാല്യൂ കൊടുത്തുള്ള പ്രോബ്ലംസ് അല്ല, ഡയമെൻഷൻ വെച്ചുള്ള കളികളാണ്. മൊത്തം ഡയമെൻഷൻ വെച്ചുള്ള കളികൾ അല്ലേ, ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഏറ്റവും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് താണ്ടിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നീ കിടക്കുന്നെന്ന് പറഞ്ഞാൽ പോലും അത് ഒരു പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആയിട്ടോ എടുത്തോ. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ വേർ എക്സ് ഈസ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഇൻ സെക്കൻഡ്സ്, ഫൈൻഡ് ദി യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ബി ആൻഡ് സി. ചിലപ്പോൾ ബി മാത്രമേ വയ്ക്കത്തുള്ളൂ, സി മാത്രമേ വയ്ക്കത്തുള്ളൂ, പക്ഷെ നല്ല വൃത്തിയായിട്ട് ഇതങ്ങ് പഠിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ഈക്വൽ എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. എക്സ് ഈസ് ഇൻ മീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് ആണ്, കാരണം ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് അല്ലേ മീറ്റർ. അവർ കണ്ടോ, അത് പറയാതെ അതിന്റെ യൂണിറ്റ് പറഞ്ഞു. ടി ഇൻ സെക്കൻഡ്, ടി ഇൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് ഇല്ലയോ സെക്കൻഡ്. അന്നേരം ഇത് രണ്ടും ഓർക്കണം അല്ലേ. എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇഫ് എക്സ് ഈക്വൽ എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ, എക്സിന് തുല്യമാണ്, ഇതിന്റെ അർത്ഥം അറിയാവോ, എക്സിന് തുല്യമാണ് എ, എക്സിന് തുല്യം ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡയമെൻഷൻ അനുസരിച്ച് എക്സിന് തുല്യമാണ് ബി ടി, എക്സിന് തുല്യമാണ് സി ടി സ്ക്വയർ. ഇതെല്ലാം എക്സിന് തുല്യമാണ്. നമുക്ക് വേണ്ടത് ബിയും സിയും അല്ലയോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ബി ടി എന്ന് എഴുതാം. അതിൽ നിന്ന് ബി ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടി. ബി ഈസ് ഈക്വൽ എക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലെങ്ത് ആണ്, ലെങ്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ബൈ സ്മോൾ ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. അതിന് ബി ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1. ഈ എൽ ടി റേസ് ടു -1 ഡയമെൻഷൻ വരുന്ന ഏത് ക്വാണ്ടിറ്റിയാ പറയോ? സ്പീഡ്, വെലോസിറ്റി. അത് പെയറുവാ, രണ്ടിനും സെയിം ഡയമെൻഷൻ, രണ്ടിനെയും യൂണിറ്റും എന്തുവാ, മീറ്റർ പെർ സെക്കൻഡ്. നോക്കി തൊട്ടപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ബി സിയിൽ എൽ ടി റേസ് ടു -1. ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് സ്പീഡ് ഓർ വെലോസിറ്റി, സ്പീഡ് ആകാം വെലോസിറ്റി ആകാം, യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് സിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിളായിട്ട് എക്സ് ഈക്വൽ സി ടി സ്ക്വയർ, അതിൽ നിന്ന് സി ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടി സ്ക്വയർ, സി ഇസ് ഈക്വൽ ടു എക്സിന്റെ എൽ ബൈ ടി സ്ക്വയർ, അതിന് സി ഇസ് ഈക്വൽ എൽ ടി റേസ് ടു -2. എൽ ടി റേസ് ടു -2 എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലയോ, ആക്സിലറേഷന്റെ യൂണിറ്റ് എന്തുവാ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അതാണ് ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. എററൊന്നും നമുക്ക് പഠിക്കണ്ട, മോഷൻ ഡയമെൻഷൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു സ്ഥിരമായി ചോദിക്കുന്ന മാഷ് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ദാണ്ട് ഇവൻ. മോഷൻ ഇൻ എ പ്ലെയിൻ അതൊരു ക്വസ്റ്റ്യൻ ആണ്. എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എ ഡയറക്ഷൻ 30 ഡിഗ്രി എബോവ് ദി ഹൊറിസോണ്ടൽ. കാൽക്കുലേറ്റ് മാക്സിമം ഹൈറ്റ്, ടൈം ടേക്കൺ ബൈ ദി ബോൾ ടു റിട്ടേൺ ടു ദി സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ മൂന്നെണ്ണവും നമ്മൾ പഠിക്കുന്ന ഡെറിവേഷനാണ്. ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇതിന്റെ പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള സെയിം പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. യു ഈസ് ഈക്വൽ ടു 28 മീറ്റർ പെർ സെക്കൻഡ്, ഇനീഷ്യൽ സ്പീഡ് 28 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുക. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വാല്യൂ തരണമെന്നൊന്നുമില്ല. എ ഈസ് ഈക്വൽ ടു ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എച്ചിനുള്ള ഇക്വേഷൻ പറഞ്ഞ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. എല്ലായിടത്തും നിങ്ങൾ എച്ച് എന്ന് എഴുതിയേക്കണം കേട്ടോ. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28 × 28 സൈൻ 30, സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 30 ദി ഹോൾ സ്ക്വയർ. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ബൈ 2 × 9.8. നിങ്ങൾ ചെയ്യുമ്പം 10 മീറ്റർ എന്ന് പക്ക കിട്ടും. പക്ക ചെയ്ത് നോക്കണം കേട്ടോ. മാഷ് തെറ്റെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. അടുത്ത ടൈം ഓഫ് ലൈറ്റിന് ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. 2 × യുവിന് വരാൻ 28 ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് പകരം 30 ബൈ ജിക്ക് പകരം 9.8.
സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.82 എന്നോ 2.8 സംതിങ് അത്രയും ടൈമിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. ഇത് മാറി വന്ന ഇത് നിങ്ങൾ വേണ്ട. ഇനി നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഇക്വേഷൻ u² sin 2θ/g. എല്ലായിടത്തും ഹൊറിസോണ്ടൽ റേഞ്ച് ക്യാപിറ്റൽ R ആണ് കേട്ടോ. ക്യാപിറ്റൽ R ഒരിക്കലും ഇങ്ങനെ ഈക്വൽ സൈൻ ഇപ്പുറത്ത് ഇങ്ങനെ ചുമ്മാ കിടക്കരുത് കേട്ടോ. u² sin 2θ. u² എന്ന് പറഞ്ഞാൽ 28 × 28. sin 2 × തീറ്റയ്ക്ക് പകരം 30. 2 × 30 എന്ന് പറഞ്ഞാൽ 60. എന്നിട്ട് sin 60/9.8. sin 60 എന്ന് പറഞ്ഞാൽ എത്ര? √3/2. എന്നിട്ട് 28 × 28 × √3/2/9.8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 69.2 മീറ്റർ. ഇത് ഈ ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് തണ്ട് ഇവൻ ഇമ്പോർട്ടൻ്റ്. എ കാർ മൂവിങ് along a straight highway with a speed of 126 km/h is brought to a stop. ആദ്യം നമുക്ക് അവിടെ വെച്ചൊന്ന് നിർത്താം. ആദ്യത്തെ സ്പീഡ് എന്ന് പറയുന്നത് 126 km/h ആണ് u. അതിനെ നമുക്ക് മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കണം. അന്നേരം u = 126 × മീറ്റർ/സെക്കൻഡ് ആക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയുണ്ട്. കിലോമീറ്ററിനെ മീറ്റർ ആക്കാം, അവറിനെ നമുക്ക് സെക്കൻഡ് ആക്കാം. അതിനെക്കാട്ടി എളുപ്പം × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം 126 × 5/18. 18 × 126 എന്ന് പറയുന്നത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 126/18 ചെയ്താൽ 7 എന്ന് കിട്ടും. 7 × 5 എന്ന് പറഞ്ഞാൽ 35. അങ്ങനെ 35 മീറ്റർ/സെക്കൻഡ്. ആദ്യം നമ്മൾ അന്നേരം km/h എന്തായിട്ട് മാറ്റണം? മീറ്റർ/സെക്കൻഡ് ആക്കണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈസ് ബ്രോട്ട് ടു എ സ്റ്റോപ്പ്. ഇത് വന്ന് സ്റ്റോപ്പായി. സ്റ്റോപ്പ് ആകുമ്പോൾ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. v = 0 വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ എന്ന് പറയാം. s = 200 മീറ്റർ. കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദി റിട്ടാർഡേഷൻ ഓഫ് ദി കാർ. റിട്ടാർഡേഷൻ കണ്ടുപിടിക്കണം. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ആക്സലേഷൻ. അന്നേരം എപ്പോഴും a- വരാവുള്ളൂ. -a അതാണ് റിട്ടാർഡേഷൻ. ഉത്തരം കിട്ടുമ്പോൾ മൈനസ് ആയിരിക്കണം. ഹൗ ലോങ്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സിൽ എപ്പോഴും ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ ടൈം കണ്ടുപിടിക്കാനും ഓർത്ത് വെച്ചോണേ, ഒക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇത് രണ്ടും ഓർക്കണം. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ ടൈം കണ്ടുപിടിക്കാനും ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും. ഓക്കെ, ഹൗ ലോങ് ടൈമും കണ്ടുപിടിക്കണം, റിട്ടാർഡേഷൻ കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ v² = u² + 2as. a ആണ് കണ്ടുപിടിക്കേണ്ടത്. v² എന്ന് പറയാം 0² = u². 35 × 35 + 2 × a × 200 ചെയ്യുമ്പം a = കണ്ടോടെ -3.06 മീറ്റർ/സെക്കൻഡ്². ആ മാഷ് ഇതങ്ങ് ചെയ്ത് എന്ത് രസമുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റർ എൻ്റെ കൂട്ടത്തിൽ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ചെയ്ത് കിട്ടുന്നതെന്ന് നോക്കണം കേട്ടോ. ഇതൊക്കെ NCERT കിടക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് v = u + at. പലപ്പോഴും ടൈം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. വിക്ക് പകരം 0, യുവിന് പകരം 35 പ്ലസ് എക്ക് പകരം ആണ്ടേ -3.06. അന്നേരം ഇവിടെ ശരിയല്ലെങ്കിൽ ഇവിടെയും പോയി × t. അതിൽ നിന്ന് 3.06 t = 35. t = 36/3.06 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 06 ആണോ 08 എന്നോ 08 നോക്കണം തന്നെ. 11.43 ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. എപ്പോഴും യൂണിറ്റ് എഴുതാൻ ഇത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ബുദ്ധിനും ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. 3 പാർട്ടായിട്ടാണ്. എ പ്ലെയർ ത്രോസ് എ ബോൾ upward with an initial speed of 29.4 meter/second. What is the direction of acceleration during the upward motion of the ball? ഒരു ബോൾ മൂവ് ചെയ്യുമ്പം അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ആക്സലേഷൻ എപ്പോഴും ഏത് വസ്തു മുകളിലോട്ട് പോയാലും അതിൻ്റെ ആക്സലേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അപ്വേർഡ്സ് എന്നായിരിക്കും തെറ്റാണ്. വെർട്ടിക്കലി ഏത് വസ്തു, അത് ബോളെന്നല്ല, ഏത് വസ്തു മുകളിലോട്ട് പോകും, നമ്മൾ മുകളിലോട്ട് പോയാലും ആക്സലേഷൻ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അത് ക്ലിയർ ആയി. വാട്ട് ആർ ദി വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ ഓഫ് ദി ബോൾ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷെ മുകളിലോട്ട് പോകുന്ന ആക്സലേഷൻ -9.8 മീറ്റർ/സെക്കൻഡ്. അതിനും 2 മാർഗമായിരിക്കും, ഇതിനൊരു മാർഗമാണ്. ഓക്കെ, അടുത്ത അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ടു വാട്ട് ഹൈറ്റ് ഡസ് ദി ബോൾ റൈസ്? എത്രമാത്രം ഉയരത്തിൽ ഈ ബോൾ ഉയരും? ആൻഡ് ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ ടൈം കണ്ടുപിടിക്കണം. ഡസ് ദി ബോൾ
റിട്ടേൺ ടു ദി പ്ലേയേഴ്സ് ആൻഡ് മുകളിലോട്ട് പോകുന്ന ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വരാനെടുക്കുന്ന സമയം കണ്ടുപിടിക്കണം. ടു വാട്ട് ഹൈറ്റ് ഡസ് ദി ബോൾ റൈസ് ആൻഡ് ഹൗ ലോങ് ഡസ്, എത്ര സമയത്തുള്ളിൽ നമുക്ക് തിരിച്ച് ആ ബോൾ കയ്യിൽ വരും. നമുക്ക് തുടങ്ങാം. വി സ്ക്വയർ ഈസിക്കൽ യു സ്ക്വയർ പ്ലസ് 2as. എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് വരെ നമുക്ക് എച്ച് എന്ന് കൊടുക്കാം. എസും ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇവിടം വരെയുള്ള ഹൈറ്റും അങ്ങനെ കുഴപ്പമില്ല. വി സ്ക്വയർ ഈസിക്കൽ യു സ്ക്വയർ പ്ലസ് 2ah. എസ് വേണ്ട എച്ച്. വിക്ക് പകരം വെലോസിറ്റി 0 ആണല്ലോ, മാക്സിമം ഹൈറ്റ്. അന്നേരം 0 സ്ക്വയർ ഈസിക്കൽ യു എന്ന് പറഞ്ഞാൽ 29.4. അന്നേരം യു സ്ക്വയർ ആകുമ്പോൾ 29.4 × 29.4 പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം മുകളിലോട്ട് പോകുന്നവരും -9.8 × h. അന്നേരം ലാസ്റ്റ് എച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 44.1 മീറ്റർ. നിങ്ങൾ ചെയ്ത് നോക്കണേ മക്കൾ, അല്ലാതെ രക്ഷയില്ലേ. ഇനി ടൈം കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഇതായിരിക്കും പ്രോബബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടും. വി ഈസിക്കൽ യു പ്ലസ് 8 വെച്ച് അങ്ങ് താങ്ങിയാൽ മതി. അന്നേരം വിക്ക് പകരം 0, യുവിന് പകരം 29.4 തന്നേക്കുന്നതാണ്, പ്ലസ് എക്ക് പകരം -9.8 × t. 9.8 t ഈസിക്കൽ 29.4. അതിന് t ഈസിക്കൽ 29.4/9.8 3 സെക്കൻഡ് എന്ന് കിട്ടും. ഇത് മുകളിലോട്ട് പോകാനുള്ള ടൈം മാത്രമാണ്, ഹൈറ്റ് മാത്രമാണ്. അങ്ങോട്ടുള്ള ബോൾ മുകളിലോട്ട് പോകാനുള്ള സമയമാണ് 3 സെക്കൻഡ്. താഴെ പ്ലേയേഴ്സ് ആൻഡിലുള്ള സമയമാണ് നമുക്ക് വേണ്ടത്. അന്നേരം നമ്മൾ ഇങ്ങനെ അങ്ങ് അസ്യൂം ചെയ്യുക. മുകളിലോട്ട് പോകാനുള്ള 3 സെക്കൻഡ്, താഴോട്ട് പോകാനുള്ള 3 സെക്കൻഡ്. 3 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ് 6 സെക്കൻഡ്. അപ്പോൾ മുകളിലോട്ട് പോകാനുള്ള 2 സെക്കൻഡ് ആണെങ്കിൽ താഴോട്ട് പോകാനുള്ള അസ്യൂം ചെയ്യുക 2 സെക്കൻഡ്. അതിന് 2 സെക്കൻഡ് പ്ലസ് 2 സെക്കൻഡ് 4 സെക്കൻഡ്. ഇവിടെ 3 സെക്കൻഡ് ആയതുകൊണ്ട് ടോട്ടൽ ടൈം ദാറ്റ് ദി ബോൾ റിട്ടേൺ ടു ദി പ്ലേയേഴ്സ് ഹാൻഡ് ഈസ് 6 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഏകദേശം ഒന്ന് മയപ്പെടുത്ത് വരുന്നുണ്ടല്ലോ, ഒന്ന് ഉരുകി വരുന്നുണ്ടല്ലോ, പ്രയാസം മാറുന്നുണ്ടല്ലോ. 1, 2, 3 വട്ടം ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വലിയ സംഭവം ലോസ് ഓഫ് മോഷനിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോസ് ഓഫ് മോഷൻ അത് ബാങ്കിങ് ഓർ റൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ഷെൽ ഓഫ് 20 കിലോഗ്രാം മൂവിങ് അറ്റ് 50 meter per second burst into 2 parts of masses 15 kilogram and 5 kilogram. ഒരു 20 കിലോഗ്രാം ഉള്ള ഒരു ഷെല്ല് അത് പൊട്ടിത്തെറിച്ചു, ബേസ്റ്റ് ചെയ്തു. ഒരെണ്ണം 15 കിലോ ആയി, മറ്റേത് സ്വാഭാവികമായിട്ടും മൊത്തം 20 കിലോ ആണെങ്കിൽ ഒരെണ്ണം 15 ആണെങ്കിൽ ബാക്കി 5 കിലോ. If the larger part continues to move in the same direction at 70 meter per second. ലാർജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 15 5 ലാർജർ പാർട്ട് ഏതാണ്? 15 കിലോഗ്രാം ആണ് ലാർജർ പാർട്ട്. ഇത് സ്മോളർ പാർട്ടാണ്. ഈ 15 കിലോഗ്രാം സഞ്ചരിക്കുന്നത് 70 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ വാട്ട് ഈസ് ദി വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് അതർ പീസ് എന്ന് പറഞ്ഞാൽ ഈ 5 കിലോഗ്രാമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. അന്നേരം നമുക്ക് ദാണ്ട് ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി. mv ഈസിക്കൽ ടു ഇതിനു വേണ്ടിയുള്ള ഇക്വേഷൻ mv ഈസിക്കൽ ടു m1u1 പ്ലസ് m2u2. ക്യാപിറ്റൽ എം തന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ള മാസം എന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം. അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 50 മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം ഇല്ല, ആവശ്യമില്ലാത്ത വേണ്ട. 50 മീറ്റർ പെർ സെക്കൻഡ്. ആയത് ചെറിയ മാസം m1 ആയിട്ട് എടുക്കുക. m1 ഈസിക്കൽ 5 കിലോഗ്രാം, m2 ഈസിക്കൽ 15 കിലോഗ്രാം. u2 തന്നിട്ടുണ്ട് 70 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് u1 ആണ് കണ്ടുപിടിക്കേണ്ടത്, ചെറിയ അതിൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അന്നേരം ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mv 20 × 50 ഈസിക്കൽ 5u1 പ്ലസ് 15 × 70. അതിൽ നിന്ന് ലാസ്റ്റ് u1 കിട്ടും -10 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെ 3 മാർക്കിൻ്റെയൊക്കെ പ്രോബ്ലം ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലമാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതിനകത്തെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് ഓഫ് റോഡ്സ്. അണ്ണാ ഇവനാണ് പുലി, വെറും പുലിയല്ല പുപ്പുലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ബാങ്കിങ് റോഡ്സിൻ്റെ പ്രോബ്ലം എൻ്റെ തിയറി പാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 400 meter ഈസ് കെപ്റ്റ് വിത്ത് outer side of the track raised to make 5 degree with the horizontal. Coefficient of friction is 0.2. Name such a track. സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 400 meter. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ 400 വരെ ചിലപ്പം ഇവർ ഒന്ന് മാറ്റാൻ വേണ്ടി ഇത് തന്നെ സെയിം ആയിട്ട് ചോദിക്കും. ചിലപ്പം 200 മീറ്ററിന് കൊടുക്കും. അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. അന്നേരം നെയിം സച്ച് ട്രാക്ക് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർത്തോണം. ഒന്ന് ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് എഴുതിയാലും ശരിയാണ്. ക്ലിയർ ആണല്ലോ. ഇനി വാട്ട് ഈസ് ദി ഒപ്റ്റിമം സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടിയർ. അതിൻ്റെ താഴെ നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കണം. വാട്ട് ഈസ് ദി മാക്സിമം പെർമിസിബിൾ സ്പീഡ്. അന്നേരം രണ്ടും പ്രോബ്ലമാണ്. ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത് v ഈസിക്കൽ √r g tan θ. r തന്നിട്ടുണ്ട് 400 meter, θ
തീറ്റ തന്നിട്ടുണ്ട് 5 ഡിഗ്രി. ജി എന്ന് പറയുന്നത് നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വി ഈസിക്കൽ റൂട്ട് ഓഫ് 400 ഇൻറ്റു 9.8 tan 5 എന്ന് പറഞ്ഞാൽ വി ഈസിക്കൽ ടു 18.70 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ചിലപ്പോൾ ഇതിനകത്തൊക്കെ കറക്ഷൻ വരുമെന്ന് എൻ്റെ വിശ്വാസം. ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾ റൂട്ടൊക്കെ എടുത്തൊന്ന് ചെയ്ത് നോക്കുക. ഇത് വി ചെയ്യുന്ന രീതി മനസ്സിലായി എന്നുള്ളത് ഉറപ്പാണ്. ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡിനുള്ള ഇക്വേഷൻ ആണ് വി മാക്സ്. വി മാക്സ് ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. മ്യൂ എന്ന് പറയുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അത് തന്നിട്ടുണ്ട് 0.2. ബാക്കി എല്ലാം അതുപോലെ തന്നെ. വി മാക്സ് ഈസിക്കൽ ഫുൾ റൂട്ട് ഓഫ്, പലർക്കും റൂട്ടൊക്കെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അത് പഠിച്ചോണം. 400 ഇൻറ്റു 9.8 ഇൻറ്റു ടാൻ 5, ടാൻ തീറ്റ ടാൻ 5 പ്ലസ് 0.2, മ്യൂവിന് വരും 0.2 ബൈ 1 മൈനസ് 0.2 ഇൻറ്റു ടാൻ 5, 34.2 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വിയെക്കാട്ടി കൂടുതലായിരിക്കും വി മാക്സ്. ഇപ്പം വി ഉദാഹരണത്തിന് എക്സാമ്പിൾ V10 ആണെങ്കിൽ വി മാക്സ് എന്തായാലും 10നേക്കാട്ടി കൂടുതലായിരിക്കും. മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 20 15 അല്ലെങ്കിൽ 11 ആയാലും കുഴപ്പമില്ല. ഇതിനെക്കാട്ടി കൂടുതലായിരിക്കും, വിയെക്കാട്ടി കൂടുതലായിരിക്കും വി മാക്സ്. അന്നേരം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യണം. ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ചെയ്യാൻ ബോറടിക്കത്തില്ലല്ലോ. അന്നേരം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഹീറ്റും തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാർനോട്ട് സൈക്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാർനോട്ട് സൈക്കിൾ ഞാൻ 50 ക്വസ്റ്റിനകത്ത് കാർനോട്ട് സൈക്കിൾ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഉൾപ്പെടുത്തും കേട്ടോ. അടുത്തൊരു 5 ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് വരുന്നതിനകത്ത് കാർനോട്ട് സൈക്കിൾ വരും. അന്നേരം എ കാർനോട്ട് എൻജിൻ വർക്ക്സ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീ പോയിന്റ്, വാട്ട് ഈസ് ഇറ്റ്സ് എഫിഷ്യൻസി? ഇതിനകത്ത് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ആണ് ഈറ്റ ഈസിക്കൽ ടു 1 മൈനസ് T2 ബൈ T1. അന്നേരം ഒന്നും തന്നിട്ടില്ല, നമുക്ക് തന്നിരിക്കുന്ന 2 കാര്യങ്ങളുള്ള മക്കളെ. ഒന്ന് ഐസ് പോയിന്റ് ആണ്, 2 സ്റ്റീം പോയിന്റ് ആണ്. സ്റ്റീം പോയിന്റ്. അന്നേരം നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുന്നു, ഈറ്റ ഈസിക്കൽ 1 മൈനസ് T2 ബൈ T1. T1 എന്ന് പറയുന്നത് T1 ഇങ്ങനെ താഴെ T1 ഇങ്ങനെ എഴുതാം. T1 എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റീം പോയിന്റ് ആയിട്ട് T1 എടുക്കുക. സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നതിനുള്ള പ്രിന്റിംഗ് മിസ്റ്റേക്കേ ഉള്ളൂ. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് 273 ആഡ് ചെയ്യാൻ മതി. അന്നേരം 100നെ കെൽവിൻ ആക്കണമെങ്കിൽ 100 പ്ലസ് 273 373 കെൽവിൻ. T2 ആയിട്ട് എടുക്കേണ്ടത് ഐസ് പോയിന്റ്. ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇവിടെ വരച്ച് നിങ്ങളെ വൃത്തിയാക്കുക. 0 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിൻ ആണെങ്കിൽ 0 പ്ലസ് 273 എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ. ഇനി നിങ്ങൾ സിമ്പിളായിട്ട് ഈറ്റ ഈസിക്കൽ ടു 1 മൈനസ്, തെറ്റിപ്പോരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. T2 എന്ന് പറയുന്നത് T2 ബൈ T1. T2 എന്ന് പറയുന്നത് 273, T1 എന്ന് പറയുന്നത് 373. 1 മൈനസ് 273 ബൈ 373 എന്ന് പറഞ്ഞാൽ ഈറ്റ ഈസിക്കൽ ടു 0.268 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കുന്ന എഫിഷ്യൻസി. ഇപ്പം നമ്മുടെ എഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്ര ശതമാനത്തിലാണ്, പെർസെൻറ്റേജിലാണ് എപ്പോഴും എഫിഷ്യൻസി. അന്നേരം 0.268 ആണ് കിട്ടുന്നതെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 26 ഉത്തരവുണ്ട് 26.8%. ഓർത്തുകൊള്ളുക, നമുക്ക് സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും തന്നാൽ സ്റ്റീം പോയിന്റ് T1 ആയിട്ട് എടുക്കുക, ഐസ് പോയിന്റ് T2 ആയിട്ട് എടുക്കുക. സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അതിനെ കെൽവിൻ ആക്കണം. ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്, അത് 0 ഡിഗ്രി സെൽഷ്യസ്, അതിനെ കെൽവിൻ ആക്കാം. ക്ലിയർ ആയല്ലോ? ഇനി അവിടെ നിന്നൊക്കെ നമ്മൾ പോകുന്നു. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ള ഓസിലേഷനകത്ത് നല്ല കിടുകാച്ചി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ഈ ക്വസ്റ്റ്യൻ തന്നെ. വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം. സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എ സെക്കൻഡ് പെൻഡുലം ഈസ് വൺ വിച്ച് പീരീഡ് ഓഫ് ഓസിലേഷൻ ഈസ് ടൈം പീരീഡ്, അതായത് ടൈം പീരീഡ് 2 സെക്കൻഡ്. ആ പേര് തന്നെ ഇല്ലയോ, സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് 2 സെക്കൻഡ് ആകുന്നതിനെ പറയുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം കേട്ടോ. അതായത് T ഈസിക്കൽ 2 സെക്കൻഡ്. ഇനി അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പെൻഡുലം കണ്ടുപിടിക്കണം. 3 മാർക്ക് ചോദിച്ചിട്ടുള്ള മെയിൻ ഇക്വേഷൻ T ഈസിക്കൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ ജി. ടിക്ക് പകരം എന്ത് കൊടുക്കാം? 2 ഈസിക്കൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ ജി. 2ഉം 2ഉം വെട്ടിപ്പോയി. അന്നേരം π ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ ജി. 1 ഈസിക്കൽ തിരിച്ച് എഴുതിയാൽ തന്നെ ഇങ്ങനെ വരും. 1 ഈസിക്കൽ ടു π ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ ജി. തിരിച്ച് ഞാൻ എഴുതുന്നേ ഉള്ളൂ. π ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ ജി ഈസിക്കൽ ടു 1.
സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. എന്തിനാ സ്ക്വയർ ചെയ്യുന്ന അറിയോ? റൂട്ട് അങ്ങ് മാറാൻ വേണ്ടിയാണ്. അന്നേരം പൈ എ സ്ക്വയർ ചെയ്ത് പൈ സ്ക്വയർ, റൂട്ട് ഓഫ് എൽ ബൈ ജി സ്ക്വയർ ചെയ്ത് റൂട്ട് അങ്ങ് പോകും. അന്നേരം പൈ സ്ക്വയർ എൽ ബൈ ജി ഇസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പൈ സ്ക്വയർ എൽ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ജി. അതിൽ നമുക്ക് വേണ്ട എന്തുവാ? എൽ. എൽ ഇസ് ഈക്വൽ ടു ജി ബൈ പൈ സ്ക്വയർ. എൽ ഇസ് ഈക്വൽ ടു ജിയുടെ വാല്യൂ എത്ര? 9.8 ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പൈയുടെ വാല്യൂ എത്ര? 3.14. ഇതൊന്നും തരത്തില്ല, നമുക്ക് അറിയേണ്ടതാണ്. പൈ സ്ക്വയർ ആകുമ്പോൾ 3.14 ദി ഹോൾ സ്ക്വയർ. എൽ ഇസ് ഈക്വൽ ടു 9.8 ബൈ 9.8596. നമുക്ക് എൽ ഇസ് ഈക്വൽ ടു 0.993 മീറ്റർ. നമുക്ക് സെന്റിമീറ്ററിലാണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു 99.3 സെന്റിമീറ്റർ. മറന്നു പോകരുത്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ചോദിച്ചേക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 5 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ മില്ലിമീറ്റർ. ഈ മില്ലിമീറ്റർ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മില്ലിമീറ്റർ ഓഫ് എ ഹാർമോണിക് ഓസിലേഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ ഇടേ, എക്സ് ഈസ് ഈക്വൽ ടു 0.25 കോസ് 6280 എന്നാണ് കേട്ടോ ക്വസ്റ്റ്യനകത്ത്. 6280 t small t minus pi by 3 where t in second. Find ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. 2 ഫ്രീക്വൻസി ആണ് കേട്ടോ, 2 കണ്ടുപിടിക്കേണ്ട ഫ്രീക്വൻസി. 3 ആംഗുലർ ഫ്രീക്വൻസി. 4 പീരീഡ്. 5 ഇനീഷ്യൽ ഫേസ്. നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. 2 ആംഗുലർ ഫ്രീക്വൻസി, 3 മതി ഫ്രീക്വൻസി. അന്നേരം നമുക്കുള്ള ഇക്വേഷൻ ഇതാണ്, എക്സ് ഈസ് ഈക്വൽ 0.2. ഇത് ഏത് ഫോമിലാണെന്ന് അറിയാം? എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് 5. ഇത് ഓസിലേഷനകത്ത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് 5. പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കോസിനും സൈനും മുമ്പായിട്ട് കിടക്കുന്നതിനെ പറയുന്ന പേരാണ്, ഫംഗ്ഷനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അന്നേരം ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലയോ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എത്ര? ഈ കോസിന് ഇവിടെ കോസിന് മുമ്പായിട്ട് എടുക്കുന്ന എത്ര? 0.25. അത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റിക്കരുത്. ആംപ്ലിറ്റ്യൂഡ് 0.25 എത്രയാണ്? മില്ലിമീറ്റർ. ഇനി ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗയാണ്, അതായത് എ കോസ് ഒമേഗ ടി. ഇവിടെ ടിക്ക് മുമ്പായിട്ട് എടുക്കുന്ന എത്ര? 6280. അതുകൊണ്ട് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6280. ഇനി മൂന്നാമത് കണ്ടുപിടിക്കേണ്ട ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ഇതാണ്, ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. അതിൽ എഫ് നമുക്ക് കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. എഫ് ഈസ് ഈക്വൽ ടു ഒമേഗയ്ക്ക് വരും 6280 ബൈ 2 ഇൻറ്റു പൈക്ക് വരും 3.14. എഫ് ഈസ് ഈക്വൽ നിങ്ങൾക്ക് കൃത്യം കിട്ടും 1000. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്തുവാ? ഹെർട്സ്. അടിപൊളിയായില്ലേ? ഇനി പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ്, അതായത് ടി ഈസ് ഈക്വൽ ടു 1/f എന്ന റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി, അതായത് 1/1000. 1/1000 എന്ന് പറഞ്ഞാൽ 1/10⁻³ 10⁻³ ആ 1000. 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻⁻3. അതായത് ഉത്തരം 10⁻³ സെക്കൻഡ്. അടുത്തത് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ എപ്പോക്ക്, അതാണ് ഈ 5 എന്ന് പറയുന്നത്. അന്നേരം ഇനീഷ്യൽ ഫേസ് ഇവിടെ എന്തുവാ? -π/3. എപ്പോക്ക് ഈക്വൽ ടു -π/3. അതിൻ്റെ യൂണിറ്റ് ആണ് ആംഗിളിൻ്റെ, അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ. അന്നേരം ഈസി ആയിട്ട് 5 മാർക്ക് ഒപ്പിക്കുക. നമ്മുടെ ഈ ഫോമിൽ ഒന്ന് പഠിച്ചു പോയാൽ മതി. ക്ലിയർ ആയോ? ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിടപ്പുണ്ടല്ലാതെ ഇനി നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാം, നിങ്ങൾക്ക് പഠിക്കാവുന്നതൊക്കെ പഠിക്കാം. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉള്ളതിൽ നമുക്കൊരു ഇച്ചിരി കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഒക്കെ ഞാൻ അല്ലാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അഡീഷണൽ ക്വസ്റ്റ്യൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അഡീഷണൽ ഇതെല്ലാം അല്ലാതെ ഞാൻ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാൻ. അതൊരു ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്ന 2 ഫോഴ്സസ്. ഏത് വർഷമാണെന്ന് മാഷ് അറിയത്തില്ല, ചോദിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വർഷം. ഇഷ്ടംപോലെ വെട്ടം. 2 ന്യൂട്ടൺ, അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 3 ന്യൂട്ടൺ ആ ക്വസ്റ്റ്യൻ കേട്ടോ. 2 ഫോഴ്സസ് 3 ന്യൂട്ടൺ ആൻഡ് 4 ന്യൂട്ടൺ. 4 ന്യൂട്ടൺ ആർ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ് ഫോഴ്സ് ഈസ്, ഓപ്ഷൻ എല്ലാം തന്നിട്ടുണ്ട്. ആദ്യം 7 ന്യൂട്ടൺ, 1 ന്യൂട്ടൺ, 49 ന്യൂട്ടൺ, 5 ന്യൂട്ടൺ. ആദ്യം 2 ഫോഴ്സസ്, ഒരു ഫോഴ്സിനെ നമ്മൾ 3 ന്യൂട്ടൺ, ആദ്യത്തെ ഫോഴ്സ് പി ആയിട്ട് അങ്ങ് എടുക്കുന്നു. പി ഈസിക്കൽ 3 ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ? അടുത്ത രണ്ടാമത്തെ ക്യൂ ഈസിക്കൽ ടു, രണ്ടാമത്തെ ക്യൂ ആയിട്ട് എടുക്കുന്നത് 4 ന്യൂട്ടൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്ററിൽ കൊടുക്കാം.
ആർ ഈസിയിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോഴേ നമുക്ക് മെയിൻ ഇക്വേഷൻ ഇതാണ്. ആർ ഈസിയിൽ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ 0. സൈൻ 90 1. ഈ ടേം അങ്ങ് പോകും. അന്നേരം ബാക്കി എന്ത് മാത്രമേ വരത്തുള്ളൂ? ആർ ഈസിയിൽ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. എന്നാൽ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ പ്രോബ്ലത്തിൽ പലപ്പോഴും ചതിക്കുന്നത്. ഇങ്ങനെയുള്ള കീ പോയിന്റ്സ് ഉണ്ട്, കീവേഡ്സ് അല്ലേ. ആർ ഈസിയിൽ റൂട്ട് ഓഫ് പി സ്ക്വയറിന് വരുന്നത് കൊടുക്കാം 3 സ്ക്വയർ, ക്യൂ സ്ക്വയറിന് വരും 4 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 9 + 16 എന്ന് പറഞ്ഞാൽ ആർ ഈസിയിൽ റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ന്യൂട്ടൺ. ആണ്ടേ ഇതുപോലെ 2 forces 5 Newton and 7 Newton act on a particle with an angle of 60 degree. പെർപെൻഡിക്കുലർ ഒന്നും പറഞ്ഞിട്ടില്ല. ഫൈൻഡ് റിസൾട്ടന്റ് ഫോഴ്സ്. ഒരാദ്യത്തെ ഫോഴ്സിനെ നമ്മൾ പി എടുക്കുന്നത് 5 ന്യൂട്ടൺ, ക്യൂ എടുക്കുന്നത് 7 ന്യൂട്ടൺ, തീറ്റ 60 ഡിഗ്രി. അത് ഏത് ഇക്വേഷൻ തന്നെ? ആർ ഈസിയിൽ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ആർ ഈസിയിൽ റൂട്ട് ഓഫ് പിക്ക് വരാം 5 സ്ക്വയർ പ്ലസ് ക്യൂവിന് വരാം 7 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു പിക്യൂവിന് വരാം 5 × 7 × കോസ് 60. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ റൂട്ട് 109 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ആർ ഈസിക്കൽ ടു 10.44. എന്തുകൊണ്ട് ന്യൂട്ടണിന് കൊടുത്തു? കാരണം ഫോഴ്സിൻ്റെ യൂണിറ്റ്, റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ് ആർ, അതിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ക്ലിയർ ആയോ? ഡോട്ട് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ഞാൻ അല്ലാതൊരു പ്രോബ്ലമായിട്ട് തന്നെ, ഒരു രീതിയായിട്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു തരാം. അന്നേരം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് പോയി. ഇപ്പോൾ ഏകദേശം ഒരു മോഡൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തതാണ്. ഇനി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തരും. നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കുക. നിർത്തുന്നു മാഷ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെവർ എവർ